يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ ഒറ്റപ്പാലം മണ്ഡലം ഭാരവാഹികളെ, ഈയൊരു സംസാരത്തെ അടുത്തു നിന്നും അകലെ നിന്നുമായി സശ്രദ്ധം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, ഓൺലൈനിലൂടെ ഈയൊരു സംസാരത്തെ സാഗൂതം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പുലർത്തിയും പാലിച്ചും ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് സ്വന്തത്തോടുള്ള ബാധ്യത ഒരല്പം പോലും വിസ്മരിക്കാതെ അർഹിക്കുന്ന ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവൻ്റെ ആദർശത്തെ ചർച്ച ചെയ്യുന്ന സുന്ദരമായ ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1000 അതിനപ്പുറത്തും വർഷമൊക്കെ ഇഹലോകത്ത് ആയുസ് നൽകപ്പെട്ടവരാണ് നമ്മുടെ മുൻഗാമികളെങ്കിൽ, അതിൽ നിന്നും വ്യത്യസ്തമായി ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ആകെ ലഭിച്ചിട്ടുള്ളത് അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 ഇല 70, ഒരു 60-70 വയസ്സിൻ്റെ ഇടയിലാണ് ഉമ്മത്ത് മുഹമ്മദിന് കണക്കാക്കിയിട്ടുള്ള പ്രായമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. എന്നാൽ ആ ഒരു 60-70 വർഷത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്നുകൂടെ നോക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു പ്രായം എന്ന് പറയാൻ കഴിയുന്നത് യുവത്വമാണ്. 60 വർഷത്തെ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നല്ലൊരു ശതമാനവും അവൻ്റെ ബാല്യമായി കൊണ്ട് കഴിഞ്ഞുപോയി. പിന്നീട് ശക്തിയുടെ കാലഘട്ടമെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ മനസ്സെത്തുന്നിടത്തേക്ക് ശരീരത്തെ എത്തിക്കാൻ കഴിയുന്ന, സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന, എന്തിനും ഏതിനും ഓടിച്ചാടി നടക്കാൻ കഴിയുന്ന, ആയുസ്സിൻ്റെ മധുരം അനുഭവിക്കുന്ന, എല്ലാ നിലക്കും സാമ്പത്തികമായും ശാരീരികമായി കൊണ്ടുമെല്ലാം റഹ്മാനായ റബ്ബ് നമ്മുടെ ആയുസ്സിൽ കണക്കാക്കിയ ഏറ്റവും ചുറുചുറുക്കുള്ളൊരു പ്രായമാണ് യുവത്വം എന്ന് പറയുന്നത്. യുവത്വം കൂടെ പിന്നിടുമ്പോൾ വീണ്ടും സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ നമ്മളെ വിളിക്കുന്നത് തീർത്തും അവശതയുടെ ഒരു കാലഘട്ടത്തിലേക്കാണ്. നോക്കൂ നിങ്ങൾ, ഇത്രയേറെ മഹത്തരമായൊരു കാലഘട്ടം മനുഷ്യനിക്ക് ലഭിക്കുന്നുണ്ട്. ആ ലഭിക്കുന്ന കാലഘട്ടത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടത് യുവതികളെയാണ്, യുവാക്കളെയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടികൾ എടുത്തു നോക്കുമ്പോഴും അവരുടെ ആശയവുമായി കൊണ്ട് മുന്നോട്ട് കുതിച്ച് ചാടാൻ അവർ ആഗ്രഹിക്കുന്നത് യുവാക്കളെയാണ്. ഏതൊരു ജോലി സ്ഥാപനങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും അവിടേക്കും ആവശ്യം യുവാക്കളെയാണ്, യുവതികളെയാണ്. 2 ലോകത്തേക്ക് വേണ്ടിയിട്ടും ഒന്ന് അധ്വാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദുനിയാവിൽ നാം നെയ്തെടുക്കുന്ന സ്വപ്നങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് യുവത്വത്തിലേക്ക് കഴിയും. ഒരു വീട് വെക്കണോ, അവൻ്റെ യുവത്വം അവസാനിക്കുന്നതിന് മുൻപ് അധ്വാനിച്ചിരിക്കണം. നല്ല നിലക്ക് വേറെ എന്തെങ്കിലും സ്വപ്നമുണ്ടോ, അതിനു വേണ്ടിയുള്ള സാമ്പത്തിക സ്വരൂപണമൊക്കെ ഉണ്ടാക്കുവാൻ അധികവും അവനെ പ്രാപ്തമാക്കുന്നത് അവൻ്റെ കാലഘട്ടത്തിലെ അല്പം ചില എണ്ണിത്തീർക്കാൻ പറ്റുന്ന വർഷങ്ങളടങ്ങിയ യുവത്വമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നല്ലെങ്കിൽ നാളെ റഹ്മാനായ റബ്ബ് നമ്മളെ തിരിച്ചു വിളിച്ചാൽ അവിടെ മുതൽ തുടങ്ങാനിരിക്കുന്ന വിശാലമായ ഒരു ലോകം, പരലോകത്തിന് വേണ്ടി അവിടെ രക്ഷപ്പെടാനും ഒരു വിശ്വാസി ചിന്തിക്കുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട പ്രായവും യുവത്വമാണ്.
എന്നാൽ വളരെ ഗൗരവത്തിൽ വേദനയോടുകൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഒരു സത്യം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്രയേറെ ഒരു ചുരുങ്ങിയ കാലഘട്ടം, ഏറ്റവും നല്ല കാലഘട്ടം റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ടും മഹാഭൂരിഭാഗം വരുന്ന ആളുകളും ആ ഒരു അനുഗ്രഹത്തെ സംബന്ധിച്ച് അശ്രദ്ധവാന്മാരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. യുവത്വം തുലച്ചു കളയുന്ന ആളുകളെയാണ് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമയം കളയുന്നവർ, രാവിലെ എണീറ്റത് മുതൽ പ്രത്യേകിച്ചൊരു പ്ലാനിങ്ങുകളൊന്നുമില്ലാതെ അങ്ങനെയേ ജീവിച്ചു തീർക്കുന്ന ആളുകൾ. എന്തിനാണ് ഇരുത്തം? ഒന്നും അറിയില്ല. എന്താണ് ഇനി അടുത്തത് ചെയ്യാനുള്ളത്? പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. എപ്പോഴാ കിടക്കേണ്ടത് അറിയില്ല. ഇനി നാളെ എപ്പോഴാ ഉറങ്ങി എണീക്കുന്നത് പ്രത്യേകിച്ച് ടൈം ടേബിളൊന്നുമില്ല. തോന്നിയതുപോലെ ഓരോ സമയവും ഇങ്ങനെ തൊലച്ച് കളയുന്ന ഒരുപാട് ആളുകളെ പ്രിയപ്പെട്ടവരെ, നല്ല ചുറുചുറുക്കുള്ള യുവത്വമെന്ന അനുഗ്രഹത്തിൻ്റെ പളപളപ്പിൽ നിൽക്കുമ്പോൾ ഇതിനെ എങ്ങനെയാണ് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തേണ്ടത് എന്നറിയാതെ എന്തിനൊക്കെയോ വേണ്ടി അത് തൊലച്ചു കളയുന്ന ആളുകൾ നമ്മൾ കാണുകയാണ്. അതിൽ മഹാഭൂരിഭാഗം വരുന്ന ആളുകളെടുത്ത് പരിശോധിക്കുമ്പോഴും തോന്നിവാസങ്ങളിൽ അഭിരമിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയുകയാണ്. ലഹരിക്കടിമപ്പെട്ടവർ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, അശ്ലീലതകൾ കണ്ടിട്ടില്ല എങ്കിൽ ഉറക്കം പോലും വരാത്തവർ, ഇങ്ങനെ ജീവിതത്തെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമില്ലാത്ത മാർഗത്തിലൂടെ കൊണ്ടുപോകുന്ന ബാലവൃദ്ധം ജനങ്ങളെ പ്രിയപ്പെട്ടവരെ ഇന്നിൻ്റെ തലമുറകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുമപ്പുറത്ത് ലിബറൽ ചിന്താഗതികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ചില കമൻറ്റുകളും ഹാഷ്ടാഗുകളും ഒക്കെ രേഖപ്പെടുത്തി ഇന്നിൽ കാണുന്ന സോഷ്യൽ മീഡിയയിലെ ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമായി ആളുകളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുന്ന വിഷലിപ്തമായ ചിന്തകൾ, വെസ്റ്റേൺ കൺട്രീസുകൾ മുഴുവനും ഈ പുറകോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അത്തരം ദുഷ്കരമായ ചിന്തകളെയും പ്രത്യാശാസ്ത്രങ്ങളെയും മഹാഭൂരിഭാഗം വരുന്ന യുവാക്കളും യുവതികളും ഇന്ന് ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ല മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ചില ആളുകളുടെയൊക്കെ പ്രൊഫൈലുകളിൽ, ചില ആളുകളുടെയൊക്കെ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് കമൻറ്റുകളിൽ നമ്മൾ കണ്ട ചില വാചകങ്ങളുണ്ട്. യു ഓൺലി ലൈവ് വൺസ്, നീ ഒരിക്കലേ ഇവിടെ ജീവിക്കുകയുള്ളൂ. അതുകൊണ്ട് പരമാവധി നീ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ, നിനക്ക് ആസ്വാദനത്തിൻ്റെ ഉന്നതമായ തലങ്ങളെ തേടിപ്പിടിക്കാൻ നിനക്ക് എങ്ങനെയൊക്കെ കഴിയുമോ അതെല്ലാം നീ ചെയ്തോ. ജീവിതം എന്നുള്ളത് അടിച്ചു പൊളിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് ഒരു സമൂഹത്തെ പഠിപ്പിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ കാണുകയാണ്. മറ്റു ചില ആളുകളുടെ കമൻറ്റുകൾ നമ്മൾ കണ്ടു. മൈ റൂൾസ് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൻ്റെ നിയമങ്ങൾ റഹ്മാനായ റബ്ബൊന്നും നിശ്ചയിക്കേണ്ടതില്ല. ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. എനിക്ക് നിയമചട്ടക്കൂടുകൾ ഉണ്ടാക്കുന്നത് ഞാനാണ് എന്ന രൂപത്തിൽ ജീവിച്ചു തീർക്കുന്ന ആളുകളെയും പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുകയാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ നാടുകളിൽ, പത്രങ്ങളിൽ, സോഷ്യൽ മീഡിയകളിൽ ഏതൊരു മോശമായ വാർത്തകൾ വന്നാലും അതിൻ്റെ പിന്നിൽ ആരായെന്ന് നോക്കുമ്പോൾ പലപ്പോഴും നമുക്കവിടെ കാണാൻ കഴിയണത് ഒരു യുവാവിൻ്റെ പിക്ചറാണെങ്കിൽ, ഒരു യുവതിയുടെ പിക്ചറാണെങ്കിൽ, മഹാഭൂരിഭാഗം വരുന്ന തിന്മകൾക്ക് പിന്നാലെയും ഓടിച്ചാടി നടക്കുന്നത് യുവാക്കളും യുവതികളുമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ സമ്മാനമായ യുവത്വം ഇങ്ങനെ അർത്ഥമില്ലാത്ത രൂപത്തിൽ ചെലവഴിക്കാൻ വേണ്ടിയല്ല റഹ്മാനായ റബ്ബ് ഈ അനുഗ്രഹത്തെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട പരലോകം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന സഹോദരങ്ങളെ, നാട്ടുകാരെ, ഇരുത്തി ചിന്തിപ്പിക്കേണ്ടുന്ന വല്ലാത്തൊരു വാക്കാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഏത് അനുഗ്രഹങ്ങളും നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബ് തലനാരിഴ കീറി ചർച്ച ചെയ്യും. നമ്മൾ അനുഭവിക്കുന്ന ഏത് അനുഗ്രഹങ്ങളാകട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും വിശന്നൊട്ടിയ വയറുമായി പട്ടിണിയുടെ പരിവട്ടത്തിൻ്റെ പ്രയാസങ്ങൾ സഹിക്കവയ്യാതെ എന്തെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ച് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നടുറോട്ടിലേക്ക് ഇറങ്ങുകയാണ്. അവർക്കൊരൽപ്പം കാരക്ക കിട്ടി, ഒരൽപ്പം വെള്ളം കിട്ടി, അവർക്കൊരൽപ്പം മാംസം കിട്ടി. അവരത് കഴിച്ചതിന് ശേഷം റഹ്മാനായ റബ്ബ് അവതരിപ്പിച്ചൊരായത്ത് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതുകയാണ്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വാചകത്തെ കേൾക്കാത്തവർ
എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവുകയില്ല. നമുക്കെല്ലാവർക്കും ഒരുപോലെ മനഃപ്പാടമുള്ള ആയത്തിലൂടെ, ആയത്തിൻ്റെ ചഷകങ്ങളിലൂടെ റഹ്മാനായ റബ്ബ് പ്രിയപ്പെട്ടവരെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നാളെ പരലോകത്ത് മറുപടി പറയേണ്ടി വരും. ഏതനുഗ്രഹം അങ്ങനെയാണ്. പക്ഷേ അടിവരയിട്ട ചില അനുഗ്രഹങ്ങളെക്കുറിച്ച് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. ലാ തസൂലു ഖദമാ ഇബ്നി ആദം യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഖംസിൻ. 5 കാര്യങ്ങളെക്കുറിച്ച് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യാതെ, അതിന് കൃത്യമായി റാഹത്തായൊരു മറുപടി പറയാതെ, വെച്ച കാല് പുറകോട്ടോ ബിമ്പോട്ടോ ഒന്നും മാറ്റിച്ചവിട്ടാൻ അള്ളാഹു അനുവദിക്കുകയില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. അതിലെ ഒന്ന്, പ്രിയപ്പെട്ടവരെ, അൻ ഉംരിഹി ഫീമാ അഫ്ന. സഹോദരാ, 30 കൊല്ലം തന്നു ഞാൻ നിനക്ക്, 40 കൊല്ലം തന്നു ഞാൻ നിനക്ക്, 50, 60, 70, 80, 90 വർഷമൊക്കെ ദുനിയാവിൽ നിനക്ക് ഞാൻ നൽകി. എന്തിനു വേണ്ടിയാണ് നീ ആയുസ് കൊണ്ടുപോയി തൊലച്ചത് എന്ന കൃത്യമായൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ആയുസ്സിനെ മുഴുവനും ചോദിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ പഠിപ്പിച്ചു, വഅൻ ശബാബിഹി ഫീമാ അബ്ലാ, വഅൻ ശബാബിഹി ഫീമാ അബ്ലാ. അവൻ്റെ യുവത്വത്തെക്കുറിച്ച് വീണ്ടും ഒരു ചോദ്യം. അതെന്തിനാ കൂട്ടരെ ആയുസ്സിനെ മുഴുവനും ചോദിച്ച റബ്ബിന് വീണ്ടും ഒരു യുവത്വത്തെക്കുറിച്ച് ചർച്ചക്കെടുക്കുന്നത്? അതെ, ആയുസ് എന്ന് പറയുമ്പോൾ ഇരുതലകളിലും അശക്തതയുടെ കാലഘട്ടമാണെങ്കിൽ ശക്തിയുടെ കാലഘട്ടം ഒന്നേയുള്ളൂ, അത് യുവത്വമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യുവത്വത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്കെന്ത് മറുപടി പറയാനുണ്ടാകും? ഇത്രയും കാലം നല്ല നിലക്ക് ഭക്ഷണം നൽകി, ആരോഗ്യം നൽകി, എല്ലാവിധ പവറും നൽകി, സമ്പത്ത് നൽകി, എല്ലാം നൽകി. എൻ്റെ ഭൂമിയിലൂടെ ഞാൻ തന്ന വെള്ളം കുടിച്ച്, ഞാൻ തന്ന ഭക്ഷണം കഴിച്ച്, ഞാൻ തന്ന വായു ശ്വസിച്ച്, ഞാൻ തന്ന വസ്ത്രം മുടച്ച്, ഞാൻ തന്ന വാഹനത്തിൽ സഞ്ചരിച്ച്, ഞാൻ നൽകിയ ശരീരത്തിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും പറ്റിയിട്ട് എന്ത് ചെയ്യുകയായിരുന്നു നീ ഈ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി? ഇത്രയും സുന്ദരമായൊരു കാലഘട്ടത്തിന് നിനക്ക് ഞാൻ ഒരുക്കി തന്നിട്ട് നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട യുവാക്കളെ, പ്രിയപ്പെട്ട യുവതികളെ, അള്ളാഹുവിൻ്റെ അപാരമായ പരലോകമെന്ന സത്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കൂ, എന്തു മറുപടി പറയാൻ നമുക്ക് കഴിയും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണത്തിന് മുൻപ് ഈ യുവത്വത്തെ ഉപയോഗപ്പെടുത്തി നമുക്ക് ചെയ്തു തീർക്കേണ്ട ചില കടമകളുണ്ട്. ഒന്നാമത്തെ കടമ, നേരത്തെ പറഞ്ഞ സർവ്വ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ യുവത്വം എന്ന അനുഗ്രഹത്തെ കൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന റഹ്മാനായ റബ്ബിനോടാണ് ചില കടമകൾ നമുക്ക് നിർവഹിക്കുവാനുള്ളത്. ജീവിതം തന്നത് റബ്ബാണ് എങ്കിൽ ആ ജീവിതത്തെ റഹ്മാനായ റബ്ബിന് സമർപ്പിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ എടുത്തോളൂ നാം, മറിച്ചോളൂ നാം, ചില ആയത്തുകളുടെ കടന്നു പോയിക്കോളൂ നാം. അവിടെ ചില യുവാക്കളെ നമുക്ക് കാണാൻ കഴിയും. എന്താ യുവാക്കളുടെ പ്രത്യേകതകൾ? ഏതെങ്കിലും ഒരു മാഫിയയിൽ പിടിക്കപ്പെട്ട യുവാക്കളുടെ വാചകങ്ങളല്ല വിശുദ്ധ ഖുർആൻ നമ്മൾ കാണുന്നത്. ഏതെങ്കിലും ഒരു ലഹരിക്കടിമപ്പെട്ട് സ്വബോധം നഷ്ടപ്പെട്ട് അഴുക്കു ചാലിലൂടെ കടന്നു വിരിഞ്ഞ ഒരു യുവാവിനെ കുറിച്ചല്ല വിശുദ്ധ ഖുർആൻ പറയുന്നത്. അത്തരം യുവതികളെ കുറിച്ചല്ല റഹ്മാനായ റബ്ബ് പറയുന്നത്. മറിച്ച് സൂറത്തുൽ കഹ്ഫിലെ യുവാക്കളെ കുറിച്ച് പറഞ്ഞു, നഹ്നു നഖ്സു അലൈക നബഅഹും ബിൽ ഹഖ്. നിനക്ക് സത്യമായൊരു കാര്യം, ഒരു വൃത്താന്തം, ഒരു വാർത്ത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്നഹും ഫിത്യ, തീർച്ചയായും അവർ ചില യുവാക്കളായിരുന്നു. എന്താ യുവാക്കളുടെ പ്രത്യേകത? ആമനൂ ബി റബ്ബിഹിം, അവർ അവരുടെ റഹ്മാനായ റബ്ബിൽ വിശ്വസിച്ചു എന്നാണ്. അവർ ജീവിച്ച നാട്ടിൽ റഹ്മാനായ റബ്ബിന് കൊടുക്കേണ്ട ഹക്കുകളിൽ വീഴ്ച വരുത്തി ശിർക്കൻ വിശ്വാസവുമായി കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ടായിരുന്നു. എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമായി കൊണ്ടുവരുമ്പോൾ പ്രിയപ്പെട്ടവരെ, റഹ്മാനായ റബ്ബിനെ വിളിക്കേണ്ടതിന് പകരം മറ്റു ഇതര ശക്തികളിലോട് ചോദിച്ചിരുന്ന, സങ്കടങ്ങൾ പറഞ്ഞിരുന്ന, ആവലാതികൾ രേഖപ്പെടുത്തിയിരുന്ന, അങ്ങനെ അല്ലാഹനെ വിട്ട് മറ്റു ഇതര ശക്തികളിലേക്ക് അഭയം പ്രാപിച്ച പല ആളുകൾ ആ യുവാക്കൾ ജീവിച്ച നാട്ടിന് പുറത്തുണ്ടായിരുന്നു. ഈ യുവാക്കൾക്ക് കാര്യം ബോധ്യമായി, ഇത് ചെയ്യുന്നത് ശരിയല്ല.
എനിക്കെൻ്റെ റബ്ബിനോടുള്ള കടമ എന്ന് പറയുന്നത് ശിർക്കില്ലാത്തൊരു ജീവിതം നയിക്കലാണ്, അത് മുഖേന എനിക്ക് സ്വർഗം കിട്ടലാണ്. എങ്കിൽ അതിനു വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം? കുറേ പറഞ്ഞു നോക്കി, കുറേ പ്രബോധനം ചെയ്തു നോക്കി, കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സ്വന്തം ആദർശത്തിന് വേണ്ടി പിറന്നു വീണ നാടും വീടും നഗരവും നാടും എല്ലാം വിട്ട് പോകുന്ന ചില യുവാക്കളെ നമുക്ക് കാണാൻ കഴിയും. സ്വർഗാവകാശികളായ യുവാക്കൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ഒരു യുവാവിനെ വിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ യുവാക്കളെന്ന് അഭിസംബോധനം ചെയ്തവരൊക്കെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അഹോരാത്രം തങ്ങളുടെ ആരോഗ്യവും സമ്പത്തും തങ്ങൾക്ക് റബ്ബ് നൽകിയതൊക്കെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക വഴി പടച്ച റബ്ബിനോടുള്ള കടമകൾ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളിലും നിഷ്ഠ പാലിച്ച് അത് ചേർത്ത് വെച്ചവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതരങ്ങളിലൂടെ 10 പേരെക്കുറിച്ച് സ്വർഗാവകാശിയാണ് എന്ന് പറഞ്ഞു. പ്രിയമുള്ള സഹോദരങ്ങളെ, എടുത്തോ അവരുടെ ചരിത്രം. പ്രിയമുള്ള യുവതികളെ, എടുക്കൂ അവരുടെ ചരിത്രം. ആ 10 ആളുകൾ മുഴുവനും യുവാക്കളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക ആദർശവുമായി കൊണ്ടുവന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, അതൊന്ന് തുറന്നു പറയാൻ പോലും കഴിയാതെ ആളുകളിട്ട് വളഞ്ഞാക്രമിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ ആദ്യ ദിശയിൽ ഇസ്ലാമിന് ശക്തി പകർന്ന മുഴുവൻ ആളുകളെ പരിശോധിച്ചു നോക്കുമ്പോഴും അവരൊക്കെയും യുവാക്കളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനായ അബൂബക്കറും ഉസ്മാനും ഖാലിദ് ബിൻ വലീദും മിസ്അബും അതേപോലെ തന്നെ മഹാനായ അമ്മാറും യാസിറും തുടങ്ങി മഹാന്മാരായ സ്വഹാബാക്കളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ കഴിയും. സ്വത്തുകൊണ്ട് ഇസ്ലാമിനെ സേവിച്ചവർ, സ്വന്തം ശരീരം അള്ളാഹുവിൻ്റെ മാർഗത്തിന് ബലി കൊടുത്തവർ, സ്വന്തം എന്ന് കരുതിയതൊക്കെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ കാണിക്ക വെച്ചവർ, അല്ലേ? അന്ധനായ സ്വഹാബി പോലും കടന്നു വന്നു, പ്രവാചകരെ, യുദ്ധരംഗത്ത് താങ്കൾക്ക് എൻ്റെ കയ്യിൽ കൊടികൾ നൽകാം. അന്ധനായ എനിക്കൊരിക്കലും ശത്രുവിനെ കാണാൻ കഴിയില്ല. ആരൊക്കെ പിന്നിലേക്ക് പോയാലും ഞാനൊരിക്കലും പിന്നിലേക്ക് പോവുകയില്ല. അതുകൊണ്ട് എനിക്ക് ഈ ഇസ്ലാമിന് എൻ്റെ പരിമിതിയിൽ നിന്നും അള്ളാഹുവിൻ്റെ ദീനിന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബ് എന്നെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, കാഴ്ച ശക്തിയല്ലേ ഞാൻ തിരിച്ചെടുത്തിട്ടുള്ളൂ, നിനക്ക് നല്ലൊരു കേൾവി ശക്തി നൽകിയില്ലേ, ബാക്കിയുള്ള അനുഗ്രഹങ്ങൾ നൽകിയില്ലേ എന്ന് പറയുമ്പോൾ എനിക്ക് മറുപടി പറയാൻ കഴിയണം, റഹ്മാനായ റബ്ബേ, അറിഞ്ഞത് മുതൽ ഞാൻ നിൻ്റെ ദീനിന് വേണ്ടി ഈ എൻ്റെ ശരീരം സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഉഹദിൻ്റെ രണാങ്കണ ഭൂമിയെക്കുറിച്ച് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉഹദ് ത്വൽഹ കൊണ്ടുപോയി. ഉഹദിലെ പ്രതിഫലം മുഴുവനും ത്വൽഹ റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി. എന്താ പ്രിയപ്പെട്ടവരെ പറയാൻ കാരണം? 10 പേരെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംരക്ഷണത്തിന് വേണ്ടി നിർത്തിയിരുന്നു. 10 പേരെയും ശത്രുക്കൾ വകവരുത്തി. പിന്നീട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലക്ഷ്യം വെച്ച് വരുന്ന ശത്രുപാളയങ്ങൾക്കെതിരിൽ നിലകൊണ്ടത് 10 ആളുകൾക്ക് പകരം ഒറ്റയാൾ പട്ടാളം നിർവഹിച്ചത് ത്വൽഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആഞ്ഞുവെട്ടുന്ന ഓരോ വെട്ടും മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരം കൊണ്ട് കൊടുത്തു എന്നതാണ്. യുദ്ധം കൊടുമ്പിരി കൊണ്ട് അവസാനം കഴിയുമ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ നോക്കി റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം, നിങ്ങൾക്കാർക്കെങ്കിലും ജീവിച്ചിരിക്കുന്നൊരു ഷഹീദിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ത്വൽഹയിലേക്ക് നോക്കൂ എന്നതാണ് സഹോദരങ്ങളെ സൂചിപ്പിച്ചത്. നമ്മുടെ മുൻഗാമികളൊക്കെ റഹ്മാനായ റബ്ബ് അവർക്ക് കൊടുത്ത അല്പം ചില കാലഘട്ടം, യുവത്വമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചവരായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മാർത്ഥമായ ഒരു ചിന്ത ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. മാറാൻ നമുക്ക് കഴിയണം. കടമകളും കടപ്പാടുകളും മനസ്സിലാക്കാതെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ ആ ജീവിതത്തെ നമുക്ക് മാറ്റിവെക്കാൻ കഴിയണം. റഹ്മാനായ റബ്ബിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും പല ആളുകൾക്കുമുള്ള തടസ്സം എന്താണെന്നറിയോ? എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ കടന്നു വന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ചെയ്തത് മുഴുവനും അപരാധങ്ങളാണ്. എൻ്റെ മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഞാൻ പല ഹറാമുകളും ചെയ്തിട്ടുണ്ട്. ഇനി ഒരിക്കലും എന്നെ പടച്ച റബ്ബ് തിരിച്ചെടുക്കുകയില്ല.
ഇനിയൊരിക്കലും റഹ്മാനായ റബ്ബിൻ്റെ അടുക്കിലേക്ക് പോകാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് എന്തായാലും കഴിഞ്ഞില്ലേ, ഇനി ബാക്കിയുള്ള ജീവിതം കൂടെ അങ്ങോട്ട് തിന്മയിൽ പോയിക്കോട്ടെ എന്ന് നിരാശപ്പെട്ടു പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും വേണ്ടതില്ല, ഒരിക്കലും വേണ്ടതില്ല, ഒരിക്കലും നിരാശ നമുക്ക് വേണ്ട. ജീവിതത്തിൽ നാം എത്ര മുന്നോട്ട് പോയാലും തിരിച്ചറിവ് ലഭിക്കുന്ന അന്ന് നമുക്ക് മാറാൻ കഴിയും. റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. എൻ്റെ സ്വന്തത്തിനോട് തിന്മകൾ ചെയ്തു പോയ എൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരെ, അള്ളാഹുവിൻ്റെ വിളി നോക്കൂ പ്രിയപ്പെട്ടവരെ. എൻ്റെ പ്രിയപ്പെട്ട ദാസ എന്ന് വിളിച്ചത് ആരെയാണ്? തിന്മയിൽ അഭിരമിച്ചു പോയവർ, ലഹരിക്കടിമപ്പെട്ടവർ, ചൂതാട്ടത്തിന് ജീവിതത്തിൽ വന്നു പോയവർ, വ്യഭിചരിച്ചു പോയവർ, മോഷണം നടത്തിയവർ, ഇങ്ങനെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ അറിയാത്തതിൻ്റെ പേരിൽ, തിരിച്ചറിവ് ലഭിക്കാത്തതിൻ്റെ പേരിൽ പ്രിയപ്പെട്ടവരെ തിന്മകൾ വന്നു പോയിട്ടുണ്ടോ? തിരിച്ചറിയുന്ന നാൾ മുതൽ തന്നെ റഹ്മാനായ റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എങ്കിൽ റഹ്മാനായ റബ്ബ് അടുത്തൊരു ഓഫർ നമുക്ക് നൽകുകയാണ്. ഇന്നലകളിൽ വന്നുപോയ തിന്മകൾ പോലും തിരിച്ചറിവ് ലഭിച്ച് തിരിച്ചു മടങ്ങാൻ കൊതിക്കുന്ന ഒരാളുകൾക്ക് പ്രിയപ്പെട്ടവരെ നന്മകളാക്കി കൊടുക്കുമെന്നാണ്. ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ആ രൂപത്തിൽ തെറ്റ് വന്നു പോയതിന് ശരിക്ക് മനസ്സിലാക്കി ഖേദിച്ച് റഹ്മാനായ റബ്ബിലേക്ക് മടങ്ങുന്ന ആളുകളുടെ ഇന്നലകളിൽ വന്നുപോയ തിന്മകളെ റഹ്മാനായ റബ്ബ് നന്മകളാക്കി പരിവർത്തിപ്പിച്ചു കൊടുക്കുമെന്നാണ്. മാത്രവുമല്ല, നാളെ പരലോകത്ത് അത്തരത്തിലുള്ള ആളുകൾ വരുമ്പോൾ അവർക്ക് റഹ്മാനായ റബ്ബ് അർശിൻ്റെ തണൽ വിരിച്ചു കൊടുക്കുമെന്നാണ്. സബ്അത്തും യുദില്ലുഹുമുല്ലാഹ് യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. അല്ലാഹുവിൻ്റെ അർശിൻ്റെ തണലല്ലാത്ത മറ്റൊന്നും കിട്ടാത്ത സമയത്ത് ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിനെ ഇബാദത്തെടുത്ത് റഹ്മാനായ റബ്ബിനനുസരിച്ചു കൊണ്ട് ജീവിച്ച യുവാക്കൾക്ക്, യുവതികൾക്ക് റഹ്മാനായ റബ്ബ് അത് ആ ഒരു അർശിൻ്റെ തണൽ വിരിച്ചു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതം നല്ല രൂപത്തിലാകണമെങ്കിൽ, ഏറ്റവും നല്ല അർത്ഥവത്തായ ജീവിതം നമുക്ക് വേണമെങ്കിൽ ഒന്നാമത്തെ കടമ അത് റഹ്മാനായ റബ്ബിനോടാണ് എന്നാണ് സൂചിപ്പിച്ചത്. രണ്ടാമതായി കൊണ്ട് അള്ളാഹു റബ്ബ് നമ്മുടെ ജീവിതം തിരിച്ചെടുക്കുന്നതിന് മുൻപ് അത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതയും നമ്മൾ നിർവഹിച്ചിരിക്കണം. അതൊരിക്കലും പ്രിയപ്പെട്ടവരെ വർഷത്തിലൊരിക്കൽ മാത്രം നടത്തുന്ന ചില സ്നേഹപ്രകടനങ്ങളല്ല. നല്ല നിലക്ക് ആലോചിക്കുക. ഇൻഷാ അല്ലാഹ് വിശദമായ ചർച്ചകൾ പിന്നീട് വരും. സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു സമയത്ത് ഞങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രവാചകന് വിലക്കിയ കാര്യങ്ങൾ നടുറോട്ടിൽ വെച്ച് ചെയ്തത് കൊണ്ടല്ല പ്രവാചകനോടുള്ള കടമകൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നത്. അതിനപ്പുറത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സുന്നത്തുകളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് കഴിഞ്ഞു. പ്രവാചകൻ പറഞ്ഞതുപോലെ താടി വെക്കാൻ നമുക്ക് കഴിഞ്ഞു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ പുരുഷന്മാർക്ക് നെരിയാണിക്ക് മുകളിലേക്ക് വസ്ത്രം എടുക്കാൻ കഴിഞ്ഞു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ കുടുംബത്തെ കൊണ്ട് നടക്കാൻ നമുക്ക് കഴിഞ്ഞു. പ്രവാചകന്റെ നടത്തം, പ്രവാചകന്റെ ഇരുത്തം, പ്രവാചകന്റെ സംസാരം, പ്രവാചകന്റെ ഇടപാട്, അങ്ങനെ എങ്ങനെ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കടക്കുമ്പോഴും സംസാരങ്ങളിലും ഏത് വ്യവഹാരങ്ങളിലും ജോലി ചെയ്യുന്നിടത്തുമൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃകയിലാണ് ഞാൻ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, അവനാണ് യഥാർത്ഥത്തിൽ റഹ്മാനായ റബ്ബിന് ഇഷ്ടപ്പെട്ട ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. മൂന്നാമതായി കൊണ്ടുള്ള ബാധ്യത നമ്മുടെ കുടുംബത്തോടാണ്, നമ്മളെ പെറ്റുമ്മയോടാണ്. നമ്മളെ വളരെ കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പിതാവിനോടാണ്. റഹ്മാനായ റബ്ബിനോടുള്ള തൃപ്തി നമുക്ക് വേണോ? അള്ളാന്റെ തൃപ്തി നമ്മൾ കൊതിക്കുന്ന ആത്മാർത്ഥമാണോ? പൊന്നുമ്മച്ചിയെ കരയിപ്പിച്ച് ആ സാധുവിൻ്റെ കണ്ണിൽ നിന്നും നമ്മുടെ വർത്തമാനങ്ങളെ കൊണ്ട്, പ്രവർത്തികളെ കൊണ്ട് ഒരിറ്റ് കണ്ണീർ വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് പരലോകത്ത് നല്ല നിലക്ക് ജീവിക്കാൻ കഴിയുകയില്ല. നമുക്കൊരു നല്ലൊരു മരണം ലഭിക്കുകയില്ല. ആ നമ്മുടെ ഉപ്പയുടെ മനസ്സ് തകർത്തിട്ടാണ് നമ്മുടെ ജീവിതമെങ്കിൽ റഹ്മാനായ റബ്ബിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കുകയില്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, 400 കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് ഇവളെ എന്ന് പറഞ്ഞ് ഏതോ ഒരു ദിവസത്തിൽ നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ നമ്മുടെ പ്രിയതമ,
ആ പ്രിയതമയോടുള്ള കടമകൾ പൂർത്തീകരിക്കാതെ പ്രിയപ്പെട്ട യുവാക്കളെ, നമുക്ക് റഹ്മാനായ റബ്ബിനോടുള്ള കടമകൾ പൂർത്തീകരിച്ച് നല്ല നിലക്കുള്ളൊരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല. അതേപോലെ തന്നെ താൻ ഏറ്റവും കൂടുതൽ ഭൂമി ലോകത്ത് ബഹുമാനവും ആദരവും വെച്ച് പുലർത്തേണ്ട നമ്മുടെ ആരാണെന്ന് യുവതികളോട് ചോദിച്ചപ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പെങ്ങന്മാരോട് ചോദിച്ചപ്പോൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അവളുടെ ഭർത്താവിനോടാണെങ്കിൽ ആ ഭർത്താവിനോടുള്ള കടമകൾ പാലിക്കുന്നിടത്ത് പ്രശ്നങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചാൻ കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, അള്ളാഹുവിനോടുള്ള കടമകൾ, പ്രവാചകനോടുള്ള കടപ്പാടുകൾ, കുടുംബത്തോടുള്ള കടപ്പാടുകൾ, അതേപോലെ തന്നെ സമൂഹത്തോടുള്ള കടപ്പാടുണ്ട്. ഞാൻ എന്ന വ്യക്തിക്ക് എൻ്റെ സമൂഹം എന്നെ വളർത്തിയതിൻ്റെ പിന്നിൽ സമൂഹത്തിന് അധ്വാനമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാടിനോടൊരു കടപ്പാടുണ്ട്, നമ്മുടെ ദീനിനോടൊരു കടപ്പാടുണ്ട്. അങ്ങനെ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായി പ്രിയപ്പെട്ടവനായി നമ്മളെങ്ങാനും മരിച്ചു എന്നറിഞ്ഞാൽ നമ്മളുടെ വിയോഗത്തിൽ തേങ്ങുന്ന 1000 ആളുകളെ സാക്ഷി നിർത്താൻ നമുക്ക് കഴിയണം. അല്ല, ആ യുവാവിത മരണപ്പെട്ടിരിക്കുന്നു, ആ യുവതീത മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹാവു ശല്യം തീർന്നു കിട്ടിയല്ലോ, ഇനി എൻ്റെ കുട്ടിയെ നല്ല ധൈര്യസമേതം പറഞ്ഞയക്കാമല്ലോ, ഇനി കടയിലേക്ക് ആളുകളെ പറഞ്ഞയക്കാമല്ലോ, ഒരു തടസ്സം നീങ്ങിയല്ലോ എന്നെങ്ങാനും പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മുടെ മരണത്തിൽ ഉള്ളിൽ ആശ്വസിക്കുന്ന ആളുകളെ ബാക്കി വെച്ചിട്ടാണ് നമ്മുടെ മരണമെങ്കിൽ ആ മരണം കൊണ്ട് നമ്മളൊന്നും നേടിയിട്ടില്ല. ആ ജീവിതം അത് വേസ്റ്റായിരുന്നു നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ച് കടമകൾ പൂർത്തിയാക്കി, കടമകൾ ഒന്നുപോലും ബാക്കിയാക്കാതെ നല്ലൊരു മരണം നമ്മുടെ ജീവിതത്തിന് കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഈ യുവത്വത്തിൻ്റെ, ഈ പളപളപ്പിൻ്റെ, ഈ ആരോഗ്യത്തിൻ്റെ, ഈ സമ്പത്തിൻ്റെ എല്ലാം വിലയും നിലയും നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിച്ചാൽ മതിയാകും. ഒന്ന്, ഏതെങ്കിലും മാരകമായ രോഗത്തിന് നാം അടിമപ്പെട്ടു എന്നെങ്ങാനും അറിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 4 ചുമർക്കുള്ളിലേക്ക്, മരുന്നു മണക്കുന്ന ചുമരിൻ്റെ ഉള്ളിലേക്ക് ഈ പളപളപ്പുള്ള ഈ അനുഗ്രഹത്തെ മനസ്സിലാക്കാതെ, അള്ളാഹുവിനോടുള്ള കടമകൾ പൂർത്തിയാക്കാതെ, പ്രവാചകനോടുള്ള കടമകൾ പൂർത്തിയാക്കാതെ, കുടുംബത്തിനോട് ആർക്കും ഒരു ഉപകാരിയാകാതെ ഒരു വേസ്റ്റായി ജീവിച്ച് പടച്ച റബ്ബെങ്ങാനും ശിക്ഷിച്ച് അതിൻ്റെ പേരിൽ ഒരു രോഗം തന്ന് 4 ചുമരുകൾക്കുള്ളിലേക്ക് നമ്മൾ ചുരുണ്ടപ്പെട്ട് കഴിഞ്ഞാൽ അന്ന് നമുക്ക് ബോധ്യമാകും നമ്മൾ അനുഭവിച്ച അനുഗ്രഹത്തിൻ്റെ വില. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. അവിടുത്തെ ചേട്ടങ്ങളെ കൊണ്ട്, അവിടുന്ന് നമ്മൾ ചിന്തിച്ചത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും നമുക്ക് കാര്യമായി കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ചെയ്തത് മുഴുവനും നമുക്ക് ലഭിച്ച അനുഗ്രഹത്തിൻ്റെ വില നമ്മൾ ശരിക്ക് ബോധ്യപ്പെടുന്ന 2ാമത്തെ രംഗമെന്ന് പറയുന്നത്, എന്നേക്കുമായി കൊണ്ട് നമ്മൾ ഈ ലോകം വിടുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ആരുമില്ല, തിന്മകൾ നമ്മളെ സഹായിച്ചവർ ആരും കൂട്ടിനില്ല, നമ്മളുടെ കൂടെ എല്ലാത്തിനും ഓടിച്ചാടി നടന്നവർക്കാർക്കും നമ്മുടെ കൂടെ വരാൻ കഴിയുന്നില്ല. നമ്മൾ ഇതുവരെ സമ്പാദിച്ച പരലോകത്തേക്കുള്ള സമ്പാദ്യം പിന്നെ ചുരുട്ടിക്കൂട്ടി നമ്മൾ പരലോകത്തിലേക്കുള്ള യാത്രയാണ്. 6 അടി മണ്ണിൽ നമുക്ക് കൂട്ടിരിക്കുന്നത് നമ്മുടെ കൂട്ടുകാരല്ല, ഫ്രണ്ട്ഷിപ്പല്ല, വേറെ എന്തെങ്കിലുമല്ല. പ്രിയപ്പെട്ടവരെ, അവിടെ നമുക്ക് വെളിച്ചമേകുന്നത് പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണോ, ഖബറിൽ നമ്മൾ രക്ഷപ്പെടണം. ഖബറിൽ നമുക്ക് രക്ഷപ്പെടണോ, വിശ്വാസമൊക്കെയാകണം, നമ്മുടെ കർമ്മങ്ങൾ വേണം. നമ്മളെ റഹ്മാനായ റബ്ബി ഭൂമി ലോകത്തേക്ക് നിയോഗിച്ചതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ അത് പൂവണിയണം. അങ്ങനെ ഒരർത്ഥവത്തായ ജീവിതം കെട്ടിപ്പടുത്തിട്ട് നമ്മൾ മരിക്കാവൂ. നീ എന്ന യുവാവ്, നീ എന്ന യുവതി ഈ ഭൂമി ലോകത്തുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ് മുരിക്കും പറ്റ മഹല്ലിലെ ആ 6 അടി മണ്ണിൻ്റെ മുകളിൽ കുത്തിച്ചാരി വെച്ച മീസാൻ കല്ലുകൾ മാത്രമാകരുത് പ്രിയപ്പെട്ടവരെ. നമ്മൾ മരിച്ചാലും ആയിരങ്ങളുടെ മനസ്സിൽ നമുക്ക് ജീവൻ ഉണ്ടാകണം. നമ്മളന്ന് യുവാവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവനുള്ള കാലത്തായിരുന്നു ഞങ്ങളുടെ നാടിന് ഈ നന്മ കിട്ടിയത്. അവനുള്ള കാലഘട്ടത്തിലായിരുന്നു ആ കുടുംബം പൊന്നുപോലെ പിന്നെ പുലർന്നു പോന്നിരുന്നത്. അവനുണ്ടായിരുന്ന കാലഘട്ടത്തിലായിരുന്നു അള്ളാഹുവിൻ്റെ ദീനി നീ കണ്ട വ്യാപ്തിയെല്ലാം കിട്ടിയത്. അങ്ങനെ നമ്മളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മുഴുവനും നന്മയിലേക്ക് വരവ് വെക്കാനല്ലാതെ, നന്മയിലേക്ക് ചേർക്കപ്പെട്ടതല്ലാതെ അയ്യേ എന്ന് പറയുന്ന, ശല്യമൊന്ന് തീർന്നു കിട്ടി എന്ന് ആശ്വസിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ മരിച്ചാൽ
പ്രിയപ്പെട്ടവരെ, ഇഹലോകവും അതിലുപരി നാളെ പരലോകവും നഷ്ടപ്പെട്ട് നരകത്തിൻ്റെ വിറകുകൊള്ളികളായിക്കൊണ്ട് മാറുന്ന ദുരന്തം നമ്മളെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യുവത്വം അതിവിടെ നിർവചിക്കപ്പെടുകയാണ്. എന്താണ് യുവത്വം എന്ന അനുഗ്രഹത്തിൻ്റെ വ്യാപ്തിയെന്ന് നിങ്ങൾക്കൊന്നുകൂടെ ബോധ്യപ്പെടുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യമായി കൊണ്ട് പറഞ്ഞത് പടച്ച റബ്ബിനോടുള്ള കടമയാണെങ്കിൽ അതൊന്നും കൂടി അടിവരയിട്ടുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് അടുത്ത സംസാരത്തിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്രയും കാലം കേട്ടതും പഠിച്ചതുമൊക്കെ ശരിയാണോ എന്നൊരാത്മാർത്ഥമായ വിചിന്തനം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാരോടുമുള്ള ശക്തി പ്രകടിപ്പിക്കലല്ല, ആരെയും തകർക്കാനുള്ള ശ്രമങ്ങളല്ല, ആരുടെയും മുമ്പിൽ ആളാകുവാനുള്ള വർത്തമാനങ്ങളല്ല, മറിച്ച് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ, ആയത്തുകളിലൂടെ സഞ്ചരിച്ചപ്പോൾ കിട്ടിയ അറിവുകൾ, ഹദീസുകളിലൂടെ കിട്ടിയ അറിവുകൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വെക്കുന്നു എന്ന് മാത്രം. ആരെയും തോൽപ്പിക്കാനല്ല, ആരെയും വേദനിപ്പിക്കാനല്ല, വെക്കുന്നു എന്ന് മാത്രം. വേണമെങ്കിൽ സ്വീകരിക്കാം, പക്ഷെ ഒരു അപേക്ഷയുണ്ട്. ഇത് കഴിയുന്നത് വരെ ഒന്ന് മനസ്സ് തുറന്ന്, ഒന്ന് കാതു തുറന്ന് ഇതൊന്ന് കേൾക്കാനുള്ള സാവകാശമെങ്കിലും നിങ്ങളൊന്ന് കാണിക്കണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയുവാനുള്ളത്. ഇൻഷാ അല്ലാ ബഹുമാന്യനായ പണ്ഡിതൻ ശിഹാബ് എടക്കര ഇൻഷാ അല്ലാ നമ്മളുമായി കൊണ്ട് സംവദിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ ആ കാര്യങ്ങൾ വിശദീകരിച്ച് തരുവാൻ അദ്ദേഹത്തിനും അതുപോലെ തന്നെ പറയുന്ന കാര്യം ഉൾക്കൊള്ളുവാനുള്ള വിശാലമായ മനസ്സ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒറ്റ വാക്കിൽ ഈ ഒരു മഹത്തായ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ള സംവദിച്ചിട്ടുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം അരുളിക്കൊണ്ട് ഈ ഒരു പ്രൗഢമായ ഈ ഒരു സദസ്സിൻ്റെ അധ്യക്ഷത പദവി അലങ്കരിച്ച് സംസാരിക്കുവാൻ വേണ്ടി ബഹുമാനനായ അബൂബക്കർ മദനിയെ ഏൽപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.